നടത്തിയതും. ശ്രീ മുസ്തഫ മുണ്ടുപാറ, യഥാർത്ഥത്തിൽ എന്താണ് ഈ സമസ്തയിൽ നടക്കുന്നത്? ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറയെ വിശേഷിപ്പിക്കുമ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധൻ എന്ന് വിശേഷിപ്പിക്കാം. അത് താങ്കളും അത് തള്ളിപ്പറയുകയില്ലല്ലോ. ലീഗ് അനുകൂലികൾ എന്ത് ചെയ്യുന്നുവോ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെതിരെയുള്ള നീക്കങ്ങൾ, ഒളിയമ്പുകൾ ഇതെല്ലാം ഉണ്ടാകും. സുപ്രഭാതത്തിലൂടെ താങ്കൾ ഒരു രാഷ്ട്രീയം പറയുന്നു എന്ന രീതിയിലുള്ള വിമർശനം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാം, അതിൽ ഉണ്ട് താങ്കൾക്കെതിരെയുള്ള പരാമർശങ്ങളൊക്കെ. ശരിക്കും ഞാൻ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലീഗ് വിരുദ്ധരുടെ കൈകളിലേക്ക് സമസ്ത എത്തിപ്പെടുകയാണോ ചെയ്യുന്നത്? ഇന്നത്തെ മുശാവറ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ എല്ലാവരും ഈ പറയുന്ന ലീഗ് വിരുദ്ധ ചേരിയിൽ അണിനിരക്കുന്നവരാണ്. മഞ്ജുഷ, ഞാൻ ചർച്ചയുടെ തുടക്കം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ലീഗ് പക്ഷം, ലീഗ് വിരുദ്ധ പക്ഷം എന്നുള്ള ഒരു രണ്ട് പക്ഷങ്ങൾ സമസ്തയിലില്ല എന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലീഗ് പക്ഷവും ലീഗ് വിരുദ്ധ പക്ഷവുമാക്കി ഇതിന് രണ്ടാക്കി തിരിക്കുന്നത് ചില താല്പര്യക്കാരുടെ ശ്രമമാണ്. ഈ ലീഗിനെ അംഗീകരിക്കുന്ന ആളുകളാണ് ലീഗ് വിരുദ്ധ പക്ഷം എന്ന് പറയുന്ന ആളുകൾ തന്നെ. പക്ഷെ അതേ സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്ത എന്ന് പറയുന്ന മതപ്രസ്ഥാനത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇതിൽ അംഗമാണ്. അത് ലീഗുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, അതുപോലെ തന്നെ INL-കാരുണ്ട്, PDP-കാരുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും മതസംഘടന എന്ന നിലക്ക് സമസ്തയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. വ്യത്യസ്തം. പക്ഷെ ആപേക്ഷികമായി കൂടുതലുള്ളത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ലീഗ് പക്ഷവും ലീഗ് വിരുദ്ധ പക്ഷവും എന്ന് പക്ഷമായിട്ട് ഇവിടെ തിരിഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായി ഇതിന് പക്ഷം തിരിക്കുന്നത് ശരിയല്ല. അത് ലോജിക്കുമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമസ്തയിലെ ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു മതപ്രസ്ഥാനമാണ്. അതിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് അതിൽ ഒരിടവുമില്ല. മതപരമായ കാര്യങ്ങൾക്ക് സമുദായത്തെയും സമൂഹത്തെയും ഉത്ബോധിപ്പിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് മാത്രമാണ് സമസ്തയുടെ ലക്ഷ്യം. അപ്പൊ അതിന് രാഷ്ട്രീയമായി ഒരു പക്ഷത്ത് നിൽക്കുന്നവർ ലീഗ് പക്ഷം, ലീഗ് വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കും. പക്ഷേ ആശയപരമായ ഒരു ഭിന്നിപ്പാണല്ലോ ഉണ്ടായിരിക്കുന്നത് സമസ്തയിൽ, തർക്കമില്ല. അതിനോട് താങ്കൾ യോജിക്കുമല്ലോ. ആശയപരമായ ഒരു ഭിന്നിപ്പാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ആശയപരമായ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ ലീഗിൽ ഈ ജമാഅത്തെ ആശയമുള്ളവരും അതുപോലെ തന്നെ മുജാഹിദ് ആശയമുള്ളവരും ഉണ്ട്. അപ്പോൾ അവരുടെ മേധാവിത്വം വരുന്നു. അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. സമസ്തയെ ഒരു വേറിട്ട് അതൊരു ഒരു സ്വത്വ പ്രശ്നം എന്ന് അതിനെ പറയാം. അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലികൾ എന്ന് പറയുന്നതിന് കാരണം ഈ പറയുന്ന ലീഗ് അനുകൂലികൾ എന്ന വിഭാഗം, അത് പൂർണ്ണമായിട്ടും അങ്ങനെ പറയുന്നില്ല, അതിൽ തന്നെ ചില വ്യത്യസ്ത നിലപാടുള്ളവരുമുണ്ട്. ചില വിഷയങ്ങൾ വരുമ്പോൾ അത് വിഷയാധിഷ്ഠിതമായിരിക്കും. അപ്പോൾ അവർ ഈ പറയുന്ന ലീഗിന്റെ ഈ നിലപാടിനോട് യോജിക്കുന്നവരാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒരു വിഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ ലീഗ് ഈ രീതിയിൽ ഈ മുജാഹിദ് പക്ഷത്തേക്കും അതുപോലെ തന്നെ ജമാഅത്തെ ആശയങ്ങളോടും സന്ധി ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് താല്പര്യമില്ല. ഇതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ശരിയല്ല. ലീഗ് ആരെ പക്ഷത്ത് നിൽക്കണം, ആരെ കൂട്ടണം എന്ന് കൂട്ടണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല. അത് സമസ്തയുടെ തീരുമാനിക്കേണ്ടതല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുജാഹിദും അതുപോലെ തന്നെ മറ്റു പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഔദ്യോഗികമായി മുസ്ലിം ലീഗിന്റെ പക്ഷത്ത് നിൽക്കുന്ന വിവിധ മത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് സമസ്തയിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആളുകളുണ്ട്. അത് രണ്ടും രണ്ടായി തന്നെയാണ് കാണേണ്ടത്. അത് കൂട്ടിക്കുഴക്കേണ്ട ഒരാവശ്യവും ഇല്ല. അത് കുഴക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആശയപരമായ സംഘർഷത്തിന് കാരണം പിന്നെ എന്താണ്? അത് താങ്കൾ വിശദമാക്കുക. സമസ്തയിലെ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയാം, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിന്റെ ഭരണഘടനയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒന്ന്, ബിദ്അത്തിനെ പ്രതിരോധിക്കുക എന്നതാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൽ പുതുതായി വാദങ്ങൾ കൊണ്ടുവന്ന മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ കക്ഷികളെയാണ് ബിദ്അത്തിന്റെ കക്ഷികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ കക്ഷികളെ പ്രതിരോധിക്കുക എന്നതാണ് സമസ്തയിലെ ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിലെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ പ്രബോധന പ്രവർത്തനമാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങൾ, രണ്ട് വേറെയും ചില ലക്ഷ്യങ്ങളുണ്ട്. മതഭൗതിക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആമുഖമായി തന്നെ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനമാണ്.
സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയിൽ അണിനിരന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവരുടെ മതപരമായ അവരുടെ വിശ്വാസ സംരക്ഷണമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ളത്. ഈ വിദേഹത്തിന്റെ കക്ഷികൾ എന്ന് പറയുമ്പോൾ സമസ്തയിലെ ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് 1926-ലാണ്. അതിനു മുമ്പേ നമ്മുടെ കേരളത്തിൽ വിദേഹത്തിന്റെ കക്ഷികൾ കടന്നു വന്നിട്ടുണ്ട്. അക്കാലം അത്രയും കേരളത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസവും ആചാരങ്ങളും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഈ വിദേഹത്തിന്റെ കക്ഷികൾ ഈ സമൂഹത്തിനിടയിൽ പ്രചണ്ഡമായ പ്രചരണം നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, തുടക്കം കുറിച്ച സന്ദർഭത്തിലാണ് സമസ്തയിലെ ജമിയത്തുൽ ഉലമ 1926 അപ്പോൾ അല്ല, ഇങ്ങനെയുള്ള തൽപര കക്ഷികൾ കടന്നുപോയിരുന്നു എന്ന് താങ്കൾ പറയുന്നത് ഈ പറയുന്ന വഹാബികളും അതുപോലെ തന്നെ സലഫി ആശയങ്ങളും അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണല്ലോ. അത് സമസ്തയ്ക്കുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തത് ആരാണ്? ആ സമസ്തയ്ക്കുള്ളിലുള്ളവർ തന്നെയാണല്ലോ. അതിനൊരു ബാഹ്യ പ്രേരണയുണ്ടോ? ഇതൊക്കെയാണല്ലോ സമസ്തയ്ക്കുള്ളിലെ തർക്കമായിട്ട് വരുന്നതും രണ്ട് പക്ഷമായിട്ട് വേർതിരിയുന്നതും. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ജമാഅത്തെ ആശയങ്ങളും അതുപോലെ തന്നെ മുജാഹിദ് ആശയങ്ങളും, അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞു അതിനോട് സന്ധി ചെയ്യുവാൻ പറ്റുകയില്ല എന്ന്. അതായത് വഹാബിയൻ ആശയങ്ങളും അതുപോലെ തന്നെ സലഫി ആശയങ്ങളും അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് പക്ഷേ സമസ്തയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു നുഴഞ്ഞു കയറ്റക്കാർ എന്ന് പറയുമല്ലോ, അവരെയാണല്ലോ നിങ്ങൾ എതിർക്കുന്നത്. അത് ആരാണ് അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് തുറന്നു പറയാമല്ലോ, ഇങ്ങനെ പൊതിഞ്ഞു പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീ മുസ്തഫ മുണ്ടുപാറ പൊതിച്ചു പറയുന്നില്ല, സത്യസന്ധമായി തന്നെ പറയാം, തുറന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ബിദ്അത്തിന്റെ കക്ഷികൾക്കെതിരെയുള്ള മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധവും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രബോധനം ചെയ്യുക എന്നതാണ് സമസ്തയിലെ ജമിയത്തുൽ ഉലമ അടിസ്ഥാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ സമസ്തയിലെ ജമിയത്തുൽ ഉലമയും ഈ പറഞ്ഞ ബിദ്അത്തിന്റെ കക്ഷികളും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. ഇവിടെ അടിസ്ഥാനപരമായി സമസ്തയുമായുള്ള ഈ പോരാട്ടത്തിനിടയിൽ ആശയപരമായ പോരാട്ടത്തിൽ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളൂ. കാരണം ഇന്നിപ്പോ നമുക്കറിയാം മുജാഹിദ് ജമാഅത്ത് എന്ന് പറയുന്നത് സമസ്തയുടെ തൊട്ട് മുമ്പ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിദ്അത്തിന്റെ കക്ഷികൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഏതാനും 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി വന്നതെങ്കിലും പക്ഷേ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് CPM-ന്റെ സ്ലീപ്പർ സെല്ലുകളാണ്. ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് CPM-ന്റെ സ്ലീപ്പർ സെല്ലുകളാണെന്നാണ്. അവർ രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടുകയാണ്. അത് നേരത്തെ ശ്രീ ഫസൽ കപൂർ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് കഴിയും, രാഷ്ട്രീയമായിട്ട് തന്നെ പറയാൻ കഴിയും. അതവർ പറയുകയും ചെയ്തു CPM-ന്റെ സ്ലീപ്പർ സെല്ലുകളാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതായത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനം വന്നതിന് ശേഷം 2 പതിറ്റാണ്ടുകൾ ശേഷം വന്ന പ്രസ്ഥാനമാണ്. പക്ഷെ ഇവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്താണ്. സ്വാഭാവികമായും ഒരുപാട് ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. ഞാൻ കായികമായ ഏറ്റുമുട്ടലല്ല പറഞ്ഞത്, ആശയപരമായ ഏറ്റുമുട്ടൽ. ആ ആശയപരമായ എല്ലാ ഏറ്റുമുട്ടലുകളും മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടിട്ടാണുള്ളത്. സമീപകാലത്ത് അവരുടെ തന്ത്രത്തിൽ ഒരു മാറ്റം വരുത്തി. ആ തന്ത്രമാണ് ഇപ്പോഴുണ്ടായ ഈ ഇഷ്യൂസിന്റെ പ്രധാനമായ കാരണം. അവർ നേരത്തെ അതിനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അത് വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആശയപരമായ പോരാട്ടത്തിൽ പരാജയപ്പെട്ട മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ ലോബികൾ, ആ ടീം എന്തു ചെയ്തു എന്ന് വെച്ചാൽ സമസ്തയുടെ ഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതിന്റെ സിലബസിൽ കടന്നു വരാൻ തുടങ്ങി. അവിടെ ചില ഈ ആശയമുള്ള അധ്യാപകർ അവിടെ കടന്നു വരാൻ തുടങ്ങി. ഇത് ബോധപൂർവമായ ഒരു ശ്രമമാണ്. ഒരു 10-15 വർഷമായി ഇതിനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ CIC-യിലേക്ക് കടന്നു വന്നത് എന്നുള്ളത്. അതാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. CIC ഇസ്ലാമിക് കോളേജുകളുടെ ആ കോൺഫെഡറേഷൻ അതിലേക്ക് കടന്നു കയറി എന്നുള്ളതാണല്ലോ. അതിനെ ചെറുക്കുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെ പ്രത്യേക സിലബസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ CIC-ക്ക് ലീഗിന്റെ പിന്തുണയുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് CIC-യുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. ആ CIC-യിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണ്. സമസ്ത പിന്മാറുന്നു എന്ന് പറയുമ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ തീരുമാനമായി അത് വരികയാണ്. ഇന്നും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു, CIC-യിൽ ഞങ്ങൾ ഇനി ഇല്ല, എല്ലാ ബന്ധവും വേർപെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ലീഗുമായിട്ടുള്ള ബന്ധം കൂടിയാണ്. അല്ല മഞ്ജുഷേ, അതായത് ഇതിന്റെ അടിസ്ഥാനം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു വെച്ചത്. അത് പൂർത്തിയാക്കാൻ അവസരം തന്നാലേ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതായത് ആശയപരമായി ഇതുവരെ പരാജയപ്പെട്ടവർ ഞങ്ങളുടെ ഘടനാപരമായ സംവിധാനത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. അതാണ് CIC-യുടെ പേരിലുള്ള ഒരു ആരോപണം, ഹക്കീം വൈസിയുടെ പേരിലുള്ള പ്രധാനപ്പെട്ട ആരോപണം. ആശയപരമായി പുതിയ ചിന്താഗതികൾ സമസ്തയുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. സമസ്തയുടെ സ്ഥാപനങ്ങളുടെ കമ്മിറ്റിയിലേക്ക് പല വഴികളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനങ്ങൾ പിടിച്ചടക്കാനുള്ള ശ്രമം തുടങ്ങി. ഒരു 10-15 വർഷമായി ഏകദേശം ഈ ശ്രമങ്ങൾ സജീവമായി നടക്കുന്നു. ഇവിടെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും എന്ന ചർച്ച ആരംഭിക്കുന്ന ഇവിടെയാണ്. ഇതിന് സ്വാഭാവികമായും സുന്നി ആശയമുള്ള ആളുകൾ,
സമസ്തയുടെ സ്വത്വം അംഗീകരിക്കുന്ന ആളുകൾ, സമസ്ത ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ശക്തമായി ചെറുത്തു. നേരത്തെ അത് സ്വകാര്യമായി ചെറുത്തതായിരുന്നു. എന്നാൽ സമീപകാലത്ത് അത് പരസ്യമായി വന്നു. ഒരു 3-4 കൊല്ലമായി ഇത് പരസ്യമാകാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഞങ്ങൾ ചെറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായി, അകത്തിരുന്നു കൊണ്ട് ചെറുക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ചെറുക്കാൻ തുടങ്ങിയപ്പോ ഈ കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഭിന്നതയുടെ വാക്കുകളാണ് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും. വാസ്തവമാണല്ലോ ശ്രീ മുസ്തഫ മുണ്ടുപാറ. അല്ല, വെളിയിൽ നിന്നുള്ള കക്ഷികളാണ് കൊണ്ടുവന്നത് എങ്കിൽ പോലും നിങ്ങളുടെ സംഘടനയ്ക്ക് അകത്തുള്ള ഭിന്നതയാണല്ലോ ഇത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉള്ള പണ്ഡിതരാണ് തമ്മിൽ തല്ലുന്നത്, വാക്കുകൾ കൊണ്ടാണെങ്കിൽ പോലും. ഇപ്പോൾ ആദർശേരിയുടെ വാക്കുകൾ വന്നു, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മറുപടി വരുന്നു. ഉമർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസം എന്താണ് സംബോധന ചെയ്തത്? കള്ളൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതും പണ്ഡിത സഭയിൽ വന്ന് മുശാവറയിൽ ഇരുന്ന് സംസാരിച്ചത് കള്ളൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളുടെ സമസ്തയ്ക്കുള്ളിലെ പണ്ഡിതർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമ്പോൾ അത് വെളിയിൽ നിന്ന് കൊണ്ടുവന്നവരാണ് എന്ന് പറയുമ്പോൾ ആ ആശയങ്ങൾ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ഭിന്നതയാണ് സമസ്തയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ താങ്കൾ പറയണം സമസ്തയ്ക്കുള്ളിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്തു, ഇത്തരം ആശയങ്ങളെന്ന്. അത് സമസ്തയ്ക്കുള്ളിലുള്ള കുറേയേറെ പേർ അതിൽ ആകൃഷ്ടരായി ആ ആശയങ്ങൾ വളർത്താൻ ശ്രമിക്കുന്നുവെന്ന്. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അത് തന്നെയാ പറഞ്ഞത്. അതായത് സംഘടനാ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം ഈ പറഞ്ഞ ബിദഅത്തിന്റെ കക്ഷികൾ നടത്തി. അതിൽ ചിലരൊക്കെ വശംവദരായി. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടായ തർക്കമാണ് ഇപ്പോഴുള്ള ഈ സംഭവങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം. അതൊരു 1.5 പതിറ്റാണ്ടായി ഇതിന്റെ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് അതിൽ കുറേയേറെ അവർ വിജയിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ബാക്കിയാണ് ഈ സംഭവങ്ങളൊക്കെ. അതിൽ നമ്മൾ ഉമർ ഫൈസിയുടെ വർഷമുണ്ടാകാം, അതുപോലെ തന്നെ സമസ്തയിലുണ്ടായ മുഷാവറ യോഗത്തിലെ പ്രശ്നമാകാം, അതുപോലെ തന്നെ ഇതിലെ ഒരു കക്ഷിയായ ബഹാവുദ്ദീൻ കൂരിയാട് നദ്വി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാവാം. ഇതൊക്കെ പിന്നീട് വന്ന ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആശയപരമായ പോരാട്ടത്തിൽ പരാജയപ്പെട്ടവർ ഘടനാപരമായ തകർക്കാനുള്ള ശ്രമങ്ങൾ സമസ്തക്കകത്ത് ആരംഭിച്ചു. അതിന് ചിലർ വശംവദരായി. അതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. ശരി, അതിന് ഒരു കാര്യം കൂടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇതിൽ എന്താണ് റോളുള്ളത്? ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവയല്ല, പക്ഷേ ഈ CIC-യുടെ ചെയർമാനായിട്ട് പാണക്കാട് തങ്ങൾ ഇരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് കൂടി അദ്ദേഹം അംഗീകാരം നൽകുന്നു എന്നൊരു പരാമർശം കൂടി അതിലുണ്ടല്ലോ. അങ്ങനെ ഒരു ടോൺ ഉണ്ടതിൽ. അല്ല, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പരിമിതിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് പ്രത്യേകിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന, അതുപോലെ തന്നെ അവരുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെയുള്ള ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. അവരെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികൾ അവരുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരത് സപ്പോർട്ട് ചെയ്തിട്ടല്ല, ഇവിടെ ഒരു സമന്വയത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് കരുതിക്കൊണ്ടായിരിക്കാം തങ്ങളൊക്കെ ഈ നിലപാട് എടുത്തിട്ടുണ്ടാകുന്നത്. അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ വിളിച്ച യോഗത്തിൽ നിങ്ങൾ പോകണമായിരുന്നു, പക്ഷെ നിങ്ങൾ പോയില്ല. അത് മറ്റൊരു കാര്യം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ